Good evening, respected cardamom planters. Last year, നമുക്ക് സീസണിൽ മഴ കിട്ടിയിട്ടില്ല. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ നല്ല മഴ കിട്ടിയിട്ടില്ല. അതോട് ഒക്ടോബർ, നവംബർ, ഡിസംബർ പകുതി വരെ ഒരു ന്യായமான മഴ കിട്ടി. പിന്നെ ഒരു ചെറിയ ചെറിയ ചാറ്റു മഴ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര ചൂട് തുടങ്ങി. ഈ ജനുവരി പകുതി തൊട്ട് ജനുവരി 10-15 തൊട്ട് ഭയങ്കര ചൂട്. ഇപ്പം ഭയങ്കര ചൂട്. ഈ ചൂട് സമയത്തെ നമ്മുടെ ഗാർഡമം പ്ലാന്റ്സ് സംരക്ഷിക്കുന്ന മെത്തേഡ് ഞാൻ പറയാൻ പോവാം. സാധാരണ നമ്മുടെ ഗാർഡമം അസിറ്റിക് കണ്ടന്റ് സോയിലിൽ വളരக்கூடிய പ്ലാന്റ്സ്, പക്കാ ലോമി സോയിൽ വളരக்கூடிய ഗാർഡമം പ്ലാന്റ്സ്. ഇതിൻ്റെ pH 4.2 തൊട്ട് 6.8 വരെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ലോമി സോയിൽ, ഈ ഫോറസ്റ്റ് ലോമി സോയിലിൽ pH ഈ മഴക്കാലത്തെ ഞാൻ പറയുന്ന ഈ 4.2 തൊട്ട് 6.8 വരെ കാണും. ആ സമയത്തെ ഗാർഡമം തോട്ടത്തിൻ്റെ വളർച്ച കുഴപ്പമില്ല. കൂടുതൽ മഴ കിട്ടുമ്പോൾ മാത്രം നമുക്ക് ഈ pH 4.2 താഴെ പോകുമ്പോൾ നമുക്ക് അളുകൾ, ഈ പാത്തോജൻസ് കൂടുതൽ ഉണ്ടായിട്ട് വേര് അളുകൾ, കാർഡ് ഡ്രോപ്പിംഗ് എല്ലാം ആകും. അത് പോക്കാനായിട്ട് മാത്രം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മഴക്കാലത്തെ നമുക്ക് തപ്പിക്കാം. ബട്ട് ഇപ്പോൾ ചൂട് തുടങ്ങുമ്പോൾ ഈ അസിറ്റിക് കണ്ടന്റ് മാറി ആൽക്കലൈനായിട്ട് മാറുന്ന സമയം ചെയ്യ വേണ്ടിയ ട്രീറ്റ്മെൻറ്റ്. ചെയ്യക്കൂടാത്ത വിഷയം ഞാൻ പറയാം. ആദ്യം ചെയ്യക്കൂടാത്ത വിഷയം, ഈ സമയത്തെ നമുക്ക് ഈ മേലും നമുക്ക് കൂടുതൽ pH അധികരിക്കുന്ന വർക്ക് നമുക്ക് ചെയ്യരുത്. അത് ഏതെങ്കിൽ ഈ ചുണ്ണാമ്പ് കലക്കി ഒളിക്കുന്ന ഒരു മെത്തേഡ്. അങ്ങനെ ചെയ്ത pH ഈ ചൂടുക്ക് മേലും കൂടുതലാകും ഈ കാൽസ്യം കാർബണേറ്റ് ചേർക്കുമ്പോൾ. അതോട് മുള്ളിട്ട് മണ്ണ് പൊട്ടിക്കുന്നത്, വേര് പൊട്ടിക്കുന്നത്. അങ്ങനെ ചെയ്താൽ കംപ്ലീറ്റ് വേര് ഡാമേജ് ആകുമ്പോൾ ഈ റെസിസ്റ്റൻ്റ് ഫുള്ള് പോയിടും. അതോട് വെട്ടുവയ്ക്കുന്നത്. അങ്ങനെ വെട്ടുവച്ച് മണ്ണ് ഇളക്കി റൂട്ട് ഭാഗത്തെ വെട്ടുവയ്ക്കുന്നത്. മറ്റു ഇടക്കാനിൽ വെട്ടുവച്ചാലും കൂടെ കുഴപ്പമില്ല. ഒന്ന്, ഇപ്പോൾ നമുക്ക് ചൂട് തുടങ്ങുമ്പോൾ ചെയ്യ വേണ്ടിയ വിഷയം, മണ്ണിൻ്റെ കാർബൺ അധികമാക്കണം. ഇപ്പോൾ ആൽക്കലൈൻ സോയിലായിട്ട് മാറുമ്പോൾ മണ്ണിൽ നമുക്ക് ഉള്ള ഈ NPK, മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം വന്നിട്ട് ചോർച്ചയായിടും. ഫസ്റ്റ് പ്രൊഫൈൽ, ടോപ്പ് പ്രൊഫൈൽ, നമുക്ക് വേരുള്ള ഭാഗം ടോപ്പ് പ്രൊഫൈൽ, ആ ഭാഗത്തിലുള്ള വളം ഈ ആൽക്കലൈൻ ചൂട് കൂടുമ്പോൾ തേർഡ് സെക്കൻഡ് പ്രൊഫൈലുക്ക് ചോർച്ചയായിടും, കശിഞ്ചു പോയിടും. സോ അപ്പോൾ ഇത് നാച്ചുറലായിട്ട് നടക്കുന്ന വിഷയം. സോ ഇത് പോകാതെ നമുക്ക് നിർത്തണം. എങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് മൾച്ചിങ് ചെയ്യുന്ന മെത്തേഡ്. ഈ നീര് വന്നിട്ട് മണ്ണിൽ നമുക്ക് ഒളിക്കുന്ന നീര് എവാപ്രേഷൻ ആകാത്ത രീതിയിൽ നമുക്ക് മൾച്ചിങ് ചെയ്യണം. ചെടിയെ ചുറ്റി മാത്രം മൾച്ചിങ് ചെയ്യണം. ഇടയ്ക്ക് നാളെ ചെടിക്ക് നടുക്ക് മൾച്ചിങ് ചെയ്യരുത്. അവിടെ ഒരു വെട്ടം, നമുക്ക് ഒരു ഏരേഷൻ കിട്ടണം. അപ്പോൾ ചെടി ചുറ്റി മാത്രം മൾച്ചിങ് ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്ക് ബെസ്റ്റ് മെത്തേഡ്. അതോട് സെൽഫ് സൈഡ് ഉള്ള ആൾക്കാർ, റെഗുലർ ഇറിഗേഷൻ ചെയ്യുന്ന ആൾക്കാർ, നന കൊടുക്കുന്ന ആൾക്കാർക്ക് ഈ മൾച്ചിങ് നിർബന്ധം ഇല്ല. നമ്മുടെ എയിം, നമ്മുടെ ടാർഗറ്റ്, നമ്മുടെ ലക്ഷ്യം ചൂട് കുറച്ച് ആൽക്കലൈൻ പോകാതെ അസിറ്റിക് കണ്ടന്റിലെ ചെടി നിർത്തണം, മണ്ണ് നിർത്തണം. അന്ത മാതിരി ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്ക് ഞാൻ പറയാം. ഇപ്പോൾ ഫെബ്രുവരി 10 തൊട്ട് ഏപ്രിൽ 10 വരെ ഈ 60 ദിവസം ഭയങ്കര ചൂട് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ 60 ദിവസം നമ്മൾ തപ്പിക്കണം, നമ്മൾ രക്ഷപ്പെടണം. ഈ 2 ട്രീറ്റ്മെൻറ്റ് മാത്രം, മന്ത്ലി വൺസ് 2 ട്രീറ്റ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി. കളക്കി ഒളിച്ചാൽ മതി. വെള്ളം ഉള്ള ആൾക്കാർ കളക്കി ഒളിച്ചിട്ട് വെള്ളമും കൂടെ റെഗുലർ ഇറിഗേഷൻ ചെയ്യുവാണെങ്കിൽ അവർക്ക് നല്ല പക്ക വളർച്ചയും കായും കൂടെ സെറ്റാകും.
വെള്ളം ഇല്ലാത്ത ആൾക്കാർ, കുറച്ച് ഉള്ള ആൾക്കാർ ആഴ്ചയ്ക്ക് ഒന്നോ 15 ദിവസം ഒന്നോ ഇല്ല മന്ത്ലി ഒന്നോ കൊടുത്താൽ മതി. ഇല്ല അതുകൂടെ ഇല്ലാത്ത ആൾക്കാർ കളയ്ക്ക് ഒളിക്കാൻ മാത്രം വെള്ളം റെഡിയാക്കി അത് മാത്രം ഒളിച്ചാലും മതി. അങ്ങനെ വെള്ളം അടിക്കുന്നതുക്ക് അനുസരിച്ച് അവർക്ക് വളർച്ച ഉണ്ടാകും. വെള്ളം ഒട്ടും കൊടുക്കാത്ത ആൾക്കാർ കൂടെ ചെടി പോകത്തില്ല. 100% ലാസ്റ്റ് ഇയർ ഞങ്ങൾ ട്രയൽ എടുത്തിട്ട് വെള്ളം ഒട്ടും ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ട്രെഞ്ചിങ് ചെയ്ത് കൂടെ അവർക്ക് ഒരു തട്ട പോയിട്ടില്ല. അപ്പോൾ ഈ 2 മാസത്തിൻ്റെ നമുക്ക് 60 ദിവസം 30 ദിവസം ഒന്ന് നമുക്ക് ഒരു ട്രെഞ്ചിങ്. ഈ ട്രെഞ്ചിങ് മണ്ണിൽ കൂടുതൽ കാർബൺ ഉണ്ടാക്കണം. ഈ കാർബൺ ഉണ്ടാക്കണം, ഈ മൈക്രോറൈസ ബാക്ടീരിയ ഉണ്ടാക്കണം. അതോടെ കാർബൺ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, സീവീഡോടെ ചേർന്ന PRS എന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ இந்த 3 സാധനം ചേർത്ത് നമുക്ക് ഒളിക്കുവാണെങ്കിൽ നമ്മളുടെ ചെടി ഈ ചൂടുക്ക് ആൽക്കലൈനായിട്ട് മാറി നമുക്ക് ചെടിക്ക് പ്രശ്നം വരത്തില്ല. ഈ ആൽക്കലൈൻ ചൂട് കൂടുമ്പോൾ ചെടിക്ക് മഞ്ഞപ്പ്, ഇലയ്ക്ക് മഞ്ഞപ്പ്, പൂ വെള്ളം അടിക്കുന്ന ആൾക്കാർക്ക് അടിച്ച വെള്ളത്തിൻ്റെ പൂ കിട്ടും, ബട്ട് പിഞ്ച് സെറ്റാകുന്നില്ല. അപ്പോൾ ഈ മണ്ണുടെ pH മാറുന്നത് കൊണ്ട് നമുക്ക് ഈ പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ മാറിയത് കൊണ്ട് ഈ പ്രോബ്ലം നമുക്ക് വരും. അപ്പോൾ നമുക്ക് ഈ കാർബൺ നമുക്ക് ഓർഗാനിക് കാർബൺ കിട്ടാനായിട്ട് എംകാർപ്പ് പവർ എന്ന് പറഞ്ഞ ഒരു കാർബൺ പൗഡർ ഉണ്ട്. അതേപോലെ ഈ മൈക്രോറൈസ ബാക്ടീരിയ, കൂടുതൽ ലൈവിലുള്ള മൈക്രോറൈസ ബാക്ടീരിയ സാധനം ഗിൽഡ് എന്ന് പറഞ്ഞ ഒരു സാധനം പൗഡർ ഉണ്ട്. അതോട് നമുക്ക് PRS, ഈ പ്ലാന്റ് റീഹൈഡ്രേഷൻ സൊല്യൂഷൻ പൗഡർ നമുക്ക് ഒരു 400 ഗ്രാം, ഈ ഗിൽഡ് 400 ഗ്രാം, എംകാർപ്പ് 400 ഗ്രാം, കാർബണും இந்த മൈക്രോറൈസ ബാക്ടീരിയ ആൻഡ് PRS മൂന്നും ഒരു ചെറിയ NPK കൂടെ ചേർത്ത് മാത്രം നമുക്ക് ഒളിച്ചാൽ മതി. 60 ദിവസം 2 പ്രാവശ്യം ഒളിക്കണം, മാസത്തിൽ 1. അങ്ങനെ ഒളിച്ചാൽ നമ്മളുടെ ചെടിക്ക് പച്ചപ്പ് മാറുന്നില്ല, ഇലകരിച്ചൽ വരുന്നില്ല, ഈ ഫിസേറിയം കംപ്ലീറ്റ് കൺട്രോൾ ആയിടും. ഈ മണ്ണിലെ കാർബൺ ഉള്ള പോത് ഈ മൈക്രോബ്സ് കൂടുതൽ, ഈ അസോസ്പെറിലം, സൂഡോമോണാസ്, ട്രൈക്കോഡർമ വിറിഡി ഇതുപോലെ മൈക്രോബ്സ് വന്നിട്ട് കൂടുതൽ മണ്ണിലെ പോകാതെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഈ നെമറ്റോഡ് കൂടെ കൂടുതൽ അറ്റാക്ക് ഇല്ല. இந்த மாதிரி ஒரு ட்ரீட்மெண்ட் நமக்கு 2 പ്രാവശ്യം ചെയ്താൽ പക്കാവാണ്. ഒരു ലോമി സോയിലിൽ നമുക്ക് വന്നിട്ട് അസിറ്റിക് കണ്ടന്റോടെ നമുക്ക് നിർത്താം. ഇതുപോൽ 60 ദിവസം വരുന്ന 60 ദിവസം 2 പ്രാവശ്യം മാത്രം, മന്ത്ലി വൺസ് 2 പ്രാവശ്യം മാത്രം ട്രീറ്റ്മെന്റ് എടുത്ത് ഈ ചൂടിലിരുന്ന് രക്ഷപ്പെടുക. ഇങ്ങനെ ചെയ്ത് കറക്റ്റ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ സമ്മർ പ്രശ്നം തീർന്നു. അതോടെ ഇപ്പോൾ ഉള്ള പൊസിഷൻ എല്ലാ ആൾക്കാർക്കും നല്ല ചിമ്പും ചറം പൊട്ടിച്ച് വരുന്ന സ്റ്റേജിൽ ഉണ്ട്. അപ്പോൾ ഇത് സറം, പാനിക്കൽ ബോറർ, സ്റ്റെം ബോറർ, ഈ ഫിസേറിയം ഡിസീസ് ഇല്ലാതെ അടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സിസ്റ്റമിക് കോണ്ടാക്ട് ഫംഗസൈഡോടെ ചേർത്ത് ഈ സമ്മർ, ഈ 2-3 മാസത്തെ ഈ സമ്മറിൽ 1-2 നമുക്ക് ഫംഗസൈഡ് ചേർത്ത് മരുന്ന് ചെയ്യണം. ഈ ഇൻസെക്ടിസൈഡ്, ഈ ചറപ്പുഴു ബോറർ കൺട്രോൾ ആക്കാനായിട്ട് ഈ കെട്ടി മരുന്നെന്ന് പറഞ്ഞ് കൂടുതൽ ദിവസം കൺട്രോള്, ബയോ പ്രോഡക്റ്റ് കൺട്രോൾ അങ്ങനെ പറയുന്ന മരുന്ന് അടിച്ച് ചൂട് കൂട്ടി ചെടിക്ക് കൊടുക്കേണ്ട. ഇൻഡോക്സ കാർബ്, പൈറിത്രൈഡ് ഗ്രൂപ്പെല്ലാം അടിക്കേണ്ട. അങ്ങനെ അടിച്ചാൽ പുഴു സാകും, ബട്ട് ചറത്തിന് ഹീറ്റാകും. അപ്പോൾ ഹീറ്റാകുമ്പോൾ ഈ ചറം കരിയിലാകും, അലർജി ആയിടും. ஸோ அந்த மாதிரி கெமிக்கல் விட்டுட்டு பக்கா ஒரு இன்செக்டிசைடு ഞാൻ ഇപ്പോൾ ട്രയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർ ജസ്റ്റ് അങ്ങനെ ഒരു പൈഫൻത്രിൻ കോമ്പിനേഷനിൽ ഉണ്ടാകുന്ന ഒരു ഇൻസെക്ടിസൈഡ്. ഇത് കൂടെ നമുക്ക് ചെടിക്ക് നല്ല ഒരു അസിറ്റിക് കണ്ടന്റ്, നല്ല ഒരു കൂളിംഗ് കിടക്കുന്ന പോലെ ഒരു ജിബ്രാളിക് ആസിഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു പൗഡർ, കാംപോ പാക്ക്. ഈ പാക്ക് വന്നിട്ട് ഫ്രീ.
ഈ സൂപ്പർ ജസ്റ്റ് നമുക്ക് 250 മില്ലി പാക്കിൽ കിട്ടും. 50 മില്ലി മാത്രം ഒരു കുത്തിക്ക് ഡോസ്. ഒരു 50 ഗ്രാം സൂപ്പർ പിനാക്കിൽ പൗഡർ, ഇത് ഫ്രീ. ഇത് ചെയ്യുമ്പോൾ ബോറർ ത്രിപ്സ് പക്ക കൺട്രോൾ. അതോട് നിങ്ങൾക്ക് സറത്തിൻ്റെ തെളിവ്, പക്കാ തെളിവ്. എടുക്കുന്ന പൂ, നനയ്ക്കുന്ന ആൾക്കാർക്ക് വരുന്ന പൂ മൊത്തം പിഞ്ചു പിടിക്കും. அந்த மாதிரி ഒരു കോമ്പിനേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ക റിസൾട്ടും കൂടെ ഇപ്പോൾ ലാസ്റ്റ് സമ്മറിൽ കൊടുത്തതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോകൾ കാണുന്ന ഈ പ്ലാന്റ്സിന്, ഈ തോട്ടത്തിന് ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ 1 മാസമായി. 1 മാസത്തിൻ്റെ നല്ല ചൂട്, ലാസ്റ്റ് 1 മാസം കൂടെ നമുക്ക് നല്ല ചൂട്. അപ്പോൾ ഇതിൽ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ഒരു പ്രാവശ്യം ട്രഞ്ചിങ് ചെയ്തിട്ടുണ്ട്. ഈ ഫംഗിസൈഡ് കൂട്ടി ഈ സൂപ്പർ ജസ്റ്റ് മരുന്നും ചെയ്തിട്ടുണ്ട്. ഭയങ്കര റിസൾട്ട്. സോ ഈ ട്രീറ്റ്മെൻറ്റ് ഇതുപോലെ ഒരു 2 ട്രഞ്ചിങ് ഇത് ആണ്. ഈ മരുന്ന്, ഈ സൂപ്പർ ജസ്റ്റിസ്, ഈ പിനാക്കിലോടെ ഈ കോമ്പിനേഷനിൽ വരുന്ന മരുന്ന് 45 ഡേയ്സ് കൺട്രോൾ. ഈ മരുന്ന് അടിച്ചിട്ട് 45 ദിവസം ഇതുവരെ ബോറർ ത്രിപ്സും ഒന്നും വന്നിട്ടില്ല. പക്കാ റിസൾട്ട് ഉണ്ട്. സോ ഒരു 45 ദിവസം കൺട്രോൾ കിട്ടുന്ന ഈ സൂപ്പർ ജസ്റ്റ് മരുന്ന് നമുക്ക് സെലക്ട് ചെയ്യണം. ചെയ്തിട്ട് ഈ വരുന്ന സമ്മർ എല്ലാവരും രക്ഷപ്പെടണം. അങ്ങനെ എല്ലാവരും നല്ല റിസൾട്ട് ഉണ്ടാക്കണമെന്ന് ഓർത്ത് ഞാൻ ഈ വീഡിയോ വിട്ടിട്ടുണ്ട്. താങ്ക് യു ഗാർഡമ പ്ലാന്റേഴ്സ്.